എല്ലാവർക്കും നമസ്കാരം. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ പ്രതിഭകൾക്കും അഭിനന്ദനങ്ങൾ. 10ാം ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു ഓപ്ഷൻ ഹയർ സെക്കൻഡറി +2 ആണ്. 10ാം ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ പഠിച്ചു. ഇനി +2ലേക്ക് എത്തുമ്പോൾ നമുക്കിഷ്ടമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവസരം നമുക്കുണ്ട്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ സ്ട്രീമുകളിലായി 40-ലധികം കോമ്പിനേഷനുകളാണ് നമ്മുടെ കേരളത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നമുക്കറിയാം സയൻസ് ഒട്ടുമിക്ക കുട്ടികളും ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കോമ്പിനേഷനാണ് സയൻസ്. കാരണം സയൻസിൻ്റെ സാധ്യതകൾ വളരെ അധികമാണ്. ഒരു മെഡിക്കൽ അല്ലെങ്കിൽ എൻജിനീയറിംഗ് മേഖല കൊണ്ട് അവസാനിക്കുന്നതല്ല സയൻസ്. അനന്തമായ സാധ്യതകളാണ് സയൻസിനുള്ളത്, സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്കുള്ളത്. ഏതൊക്കെയാണ് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പല കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ സയൻസ് ഇഷ്ടപ്രകാരം പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് സയൻസ്? വാട്ട് ഈസ് സയൻസ്? സയൻസ് എന്നുള്ള ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. സയൻഷ്യ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സയൻസ് എന്ന് പറയുന്ന പദം ഉണ്ടായിട്ടുള്ളത്. ദ വേർഡ് സയൻസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് സയൻഷ്യ, വിച്ച് മീൻസ് ടു നോ ഓർ നോളജ്. അറിയുക, അറിവ് എന്നുള്ള ലാറ്റിൻ പദമായ സയൻഷ്യയിൽ നിന്നാണ് സയൻസ് എന്നുള്ള പദം ഉൾത്തിരിഞ്ഞു വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ആദ്യം എന്താണ് സയൻസ്? വാട്ട് ഈസ് സയൻസ്? സയൻസ് ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ്സ്. പരീക്ഷണ നിരീക്ഷണത്തിലൂടെ ഭൗതികമായും പാരിസ്ഥിതികമായിട്ടുള്ള ലോകത്തെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ 2 പ്രത്യേകതകൾ അതിനെ മനസ്സിലാവും. ഒന്ന് ഒബ്സർവേഷൻ, രണ്ടാമത്തത് എക്സ്പെരിമെൻറ്റേഷനാണ്. അൺബയാസ്ഡുകളില്ലാതെ, മുൻവിധികളില്ലാതെ, മുൻധാരണകളില്ലാതെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സിസ്റ്റമാറ്റിക്കായ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കുകയും ചെയ്യുകയും പറ്റുന്ന അറിവുകളെയാണ് നമ്മൾ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ +2ലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, +2ൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റുകളായിട്ട് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് 4 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ ബയോളജിയിൽ ഇവിടെ എത്തുമ്പോൾ സുവോളജി എന്നും ബോട്ടണി എന്നും 2 സബ് ബ്രാഞ്ചസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പരീക്ഷ പേപ്പറിൽ ഒന്നായിരിക്കും ഉണ്ടാവുക, നിങ്ങൾ ഓർക്കുക. പരീക്ഷ ബയോളജി പരീക്ഷയാണ് നടക്കുക. 30 മാർക്കിൻ്റെ ബോട്ടണി പരീക്ഷയും 30 മാർക്കിൻ്റെ സുവോളജി പരീക്ഷയും. ഓക്കെ. പക്ഷെ നമുക്ക് ക്ലാസ്സിൽ 2 അധ്യാപകർ വന്നിട്ടാണ് 2 സമയങ്ങളിലാണ് ഈ പാഠഭാഗങ്ങൾ തീർക്കുക. ബയോളജി ടെക്സ്റ്റ് ബുക്കിനകത്താണ് ചില ചാപ്റ്ററുകൾ സുവോളജി ആയിട്ടും ചിലത് ബോട്ടണി ആയിട്ടുമാണ് തരംതിരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ബയോളജി സയൻസ്. വാട്ട് ഈസ് ബയോളജി? ദ വേർഡ് ബയോളജി ഈസ് ഡിറൈവ്ഡ് ഫ്രം 2 ഗ്രീക്ക് വേർഡ്സ്, ബയോസ് ആൻഡ് ലോഗോസ്. ബയോസ് അതുപോലെ ലോഗോസ് എന്നുള്ള 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ബയോളജി എന്നുള്ള ആശയം ഉണ്ടായിട്ടുള്ളത്. ബയോസ് മീൻസ് ലൈഫ്. ബയോസ് എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ് അർത്ഥം. ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി എന്നുള്ളതാണ്. ദെൻ വാട്ട് ഈസ് ബയോളജി? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ലൈഫ്. ജീവനെക്കുറിച്ച് പഠിക്കുന്ന, ജീവികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ബയോളജി. ബയോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം. അരിസ്റ്റോട്ടിൽ ഈസ് കൺസിഡർഡ് ആസ് ഫാദർ ഓഫ് ബയോളജി. ഏതൊരു ശാസ്ത്രശാഖക്കും അതിൻ്റെ പിതാവ് ഉണ്ടായിരിക്കും. ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. അരിസ്റ്റോട്ടിൽ ഈസ് കൺസിഡർഡ് ആസ് ഫാദർ ഓഫ് ബയോളജി. ബട്ട് ദ ടേം ബയോളജി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലാമാർക്ക്. ഈ ശാസ്ത്രശാഖക്ക് ബയോളജി എന്നുള്ള പേര് നൽകിയത് ലാമാർക്കാണ്. ശാസ്ത്രത്തിൻ്റെ ചരിത്രം നമ്മൾ തേടിപ്പോവുകയാണെങ്കിൽ
BC 3000 തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളിൽ തന്നെ നമുക്ക് ശാസ്ത്രത്തിൻ്റെ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ബയോളജി എന്ന് പറയുന്ന ഒരു മോഡേൺ ബ്രാഞ്ചിലേക്ക് വന്നത് 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടങ്ങളിലാണ്. ബയോളജി began to develop as a branch of science only from early 16th century. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലാണ് ബയോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. വില്യം ഹാർവി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മനുഷ്യൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം, രക്തചംക്രമണ വ്യവസ്ഥയെക്കുറിച്ച് പഠനം നടത്തിയത് 1500-കളിലാണ്. അതുപോലെ ആൻഡ്രൂസ് വെസാലിസ് എന്ന് പറയുന്ന മറ്റൊരു സയൻറ്റിസ്റ്റ് മനുഷ്യൻ്റെ അനാട്ടമിയെക്കുറിച്ച് പഠനം നടത്തിയതും 1500-കളിലാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഘട്ടങ്ങൾ മുതലാണ് ബയോളജി ഒരു ബ്രാഞ്ചസായി വരുന്നത്. റോബർട്ട് ഹുക്ക് ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചു നിങ്ങൾക്കറിയാം. തുടർന്ന് ആൻറ്റോവാൻ ലിവാൻ ഹുക്ക് ജീവനുള്ള കോശങ്ങളെ കണ്ടെത്തുന്നത് 1670-കളിലാണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു 16-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലാണ് ബയോളജി എന്ന് പറയുന്ന ബ്രാഞ്ചസ് ഉണ്ടാകുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടന്നിട്ടും കൂടുതൽ പഠനം നടക്കുന്നതുമായിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സയൻസാണ് ബയോളജി. ബയോളജി പഠനത്തിന് ഒരുപാട് സാധ്യതകളാണ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ മെഡിസിൻ ഫീൽഡുകൾക്ക് പുറമെ മറ്റു ഒരുപാട് മേഖലകളിൽ, ബയോടെക്നോളജി മേഖലകളിൽ ബയോ കെമിസ്ട്രി, ലാബ് ടെക്നീഷ്യൻസ്, നഴ്സിംഗ്, ഫാർമസി, ഇങ്ങനെ അനേകം വ്യത്യസ്തമായ മേഖലകളിൽ ജോലി സാധ്യതകളുള്ളൊരു മേഖലയാണ് ബയോളജി പഠനം. ഹയർ സെക്കൻഡറിക്ക് ബയോളജി കോഴ്സ് തിരഞ്ഞെടുത്താൽ ഇത്തരം ഒരുപാട് വിശാലമായ സാധ്യതകളിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാം. +1 നമുക്ക് ബയോളജി വിഭാഗത്തിൽ എണ്ണത്തിൽ 22 ചാപ്റ്റർ പഠിക്കാനുണ്ട്. നിസ്സാരമായിട്ടുള്ള നിങ്ങൾ 9-ലും 8-ലും ഒക്കെ പഠിച്ചതിൻ്റെ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള പാഠഭാഗമാണ്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന ചാപ്റ്ററുകളാണ്, നിങ്ങൾക്ക് പരിചയമുള്ള ചാപ്റ്ററുകളാണ്. ബയോളജിക്ക് വ്യത്യസ്തമായ ശാഖകളുണ്ട്, വ്യത്യസ്ത ബ്രാഞ്ചുകളുണ്ട്. നിങ്ങൾക്കറിയാം, ജനറ്റിക്സ്, ബയോ കെമിസ്ട്രി, ബയോടെക്നോളജി, ഇങ്ങനെയുള്ള അനേകം ബ്രാഞ്ചുകളാണ് ബയോളജിക്കുള്ളത്. ഇതെല്ലാം നമ്മൾ 2 വർഷം കൊണ്ട് പരിചയപ്പെടും. +1 ആദ്യമായിട്ട് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ടാക്സോണമി. ടാക്സോണമി ഈസ് ദ സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാൻസ്. 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച പാഠഭാഗത്തിൻ്റെ ഒരു പുതിയ രൂപമാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. മൊത്തം 4 ചാപ്റ്ററാണ് ടാക്സോണമി അതിൽ പഠിക്കാനുള്ളത്. 2 ബോട്ടണിയിലും 2 സുവോളജിയിലുമാണ്. സയൻറ്റിഫിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാൻസിനെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് മോർഫോളജി ആൻഡ് അനാട്ടമി. മോർഫോളജി ഈസ് എ സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫോംസ്. ബാഹ്യഘടനയെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം. ജീവികളുടെ ബാഹ്യഘടന പഠിക്കുന്നതിന് മോർഫോളജി എന്ന് പറയാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ ഒരു വാക്കാണ് അനാട്ടമി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അനാട്ടമി. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് അൻ ഓർഗാനിസം. ജീവികളുടെ ആന്തര ഘടനയെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് അനാട്ടമി എന്ന് പറയുന്നത്. ഇതും നമ്മൾ ഈ മോർഫോളജി, അനാട്ടമി വിഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്. മറ്റു സുവോളജിയിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ബയോ കെമിസ്ട്രി. ബയോ കെമിസ്ട്രിയുടെ ആദ്യ ഭാഗം +1 പറയുന്നുണ്ട്. ബയോ മോളിക്യൂൾസ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. എന്താണ് ബയോ കെമിസ്ട്രി? ബയോ കെമിസ്ട്രി മാത്രം നിങ്ങൾ +2 കഴിഞ്ഞാൽ ബയോ കെമിസ്ട്രി ഒരു വിഷയമായിട്ട് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം. ഡിഗ്രി ലെവലിലോ ഡിപ്ലോമ ലെവലിലോ ബയോ കെമിസ്ട്രി നിങ്ങൾക്ക് പഠിക്കും. വ്യത്യസ്തമായ ജോലി സാധ്യതകൾ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ബയോ കെമിസ്ട്രി. സ്റ്റഡി ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് റിക്വയർഡ് ഫോർ ദ ലൈഫ് ടു എക്സിസ്റ്റ്. ജീവൻ നിലനിൽക്കുന്ന രാസപ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഭാഗമാണ് ബയോ കെമിസ്ട്രി. സുവോളജിയിലെ പിന്നീടുള്ള പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ഫിസിയോളജി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഹ്യൂമൻ ഫിസിയോളജി. വ്യത്യസ്തമായ എൻട്രൻസുകളിൽ, നീറ്റ് പോലുള്ള പ്രധാനപ്പെട്ട എൻട്രൻസുകളിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗമാണ് ഹ്യൂമൻ ഫിസിയോളജി. മനുഷ്യ ശരീരത്തിലെ വ്യത്യസ്ത ഓർഗൻ സിസ്റ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 9-ലും 10-ലും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ഓർഗൻ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം പോലെയുള്ള എല്ലാ
ഹ്യൂമൻ സിസ്റ്റങ്ങളെയും കുറിച്ച് നമ്മൾ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സെക്കൻഡ് ഇയറിലാണെന്ന് മാത്രം. ബാക്കിയുള്ള പ്രധാനപ്പെട്ട എല്ലാ സിസ്റ്റങ്ങളും എൻഡോക്രൈൻ സിസ്റ്റം അടക്കമുള്ള സിസ്റ്റങ്ങൾ പ്ലസ് വണ്ണിൽ നമ്മൾ പരിചയപ്പെടും. അപ്പോൾ ഫിസിയോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഫങ്ഷനിങ് ഓഫ് ബോഡി ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. സസ്യ ജന്തുക്കളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. ബോട്ടണിയിൽ പ്ലാന്റ് ഫിസിയോളജിയുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളും നിങ്ങൾ പഠിക്കും. മറ്റൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ജനറ്റിക്സ്. നിങ്ങൾ കേട്ട കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ നിങ്ങൾ കേട്ട വാക്കാണ് ജനറ്റിക്സ്. ദ സ്റ്റഡി ഓഫ് ജീൻ ആൻഡ് ക്രോമസോം. ഗ്രിഗർ മെൻഡൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഫാദർ ഓഫ് ജനറ്റിക്സ്. അപ്പോൾ ജനറ്റിക്സിനെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ 2ാം വർഷത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നീട് മറ്റു പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ബയോടെക്നോളജി. ഇറ്റ് എ സ്റ്റഡി ഓഫ് മാനിപ്പുലേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം. ജീവജാലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ ജീവികളെയും സസ്യങ്ങളെയും ഒക്കെ നിർമ്മിക്കുന്ന മോഡേൺ ടെക്നിക്കാണ് ബയോടെക്നോളജി. നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ചും നമ്മൾ 2ാം വർഷത്തിൽ പഠിക്കുന്നുണ്ട്. പിന്നീട് പഠിക്കുന്നൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഇക്കോളജി. ഇക്കോളജി പരിസ്ഥിതി ശാസ്ത്രം. ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസം വിത്ത് എൻവയോൺമെൻറ്റ്സ് ആൻഡ് വിത്ത് വൺ അനദർ. ജീവികൾ തമ്മിലോ ജീവികളും പ്രകൃതിയും തമ്മിലോ ഉള്ള റിലേഷനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഇക്കോളജി. ബോട്ടണിയിൽ നമ്മൾ പഠിക്കുന്ന പാഠഭാഗമാണ് ഇക്കോളജി. ഇതിൽ പഠിക്കാനുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് സൈറ്റോളജി. ഇറ്റ് എ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ ഓഫ് സെൽ. സെല്ലിൻ്റെ ഘടനയും അതിൻ്റെ ഘടന പ്രവർത്തനങ്ങളെയും കുറിച്ചും പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് സൈറ്റോളജി. എങ്കിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി മീൻസ് സ്റ്റഡി ഓഫ് ടിഷ്യൂ. 1ാം വർഷത്തിൽ സുവോളജിയിലാണ് നമ്മൾ ഹിസ്റ്റോളജി ബ്രാഞ്ച് ഓഫ് സയൻസ് പരിചയപ്പെടുക. വ്യത്യസ്ത തരം ടിഷ്യൂസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആവരണകല, യോജകകല, പേശികല, നാഡീകല തുടങ്ങിയ ഭാഗങ്ങളൊക്കെ. മസ്കുലാർ ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ ഇവയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന പാഠഭാഗമാണ് ഹിസ്റ്റോളജി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൈക്രോബയോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് മൈക്രോ ഓർഗാനിസംസ്. സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് മോളിക്യുലാർ ബയോളജി. മോളിക്യുലാർ ബയോളജി തന്മാത്രാ ജീവശാസ്ത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ കൊല്ലം പരിണാമം പഠിച്ച സമയത്ത് മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും ഹീമോഗ്ലോബിൻ്റെ എണ്ണത്തിൽ മാറ്റമില്ല എന്നൊക്കെ തന്മാത്രാ ജീവശാസ്ത്രം തെളിയിച്ചു എന്നൊക്കെ നിങ്ങൾ പക്ഷേ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മോളിക്യുലാർ ബയോളജി നമ്മൾ സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നത്. അതിനാണ് DNA-യുടെയും RNA-യുടെയും ഘടനയും RNA DNA-യുടെ ഫോർമേഷനും രൂപീകരണവും ഒക്കെ പഠിക്കുന്ന രസകരമായ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് മോളിക്യുലാർ ബയോളജി. എ സ്റ്റഡി ഓഫ് മോളിക്യുലാർ ഓർഗനൈസേഷൻ ഓഫ് ലിവിങ് ബീങ്സ്. ജീവനുള്ളതിൻ്റെ തന്മാത്രാ രൂപത്തിൽ തന്മാത്രാ ഘടനയിൽ നിന്ന് പഠിക്കുക. DNA-യുടെയും RNA-യുടെയും ഒക്കെ ഘടന പഠിക്കുന്നതിനെയാണ് മോളിക്യുലാർ ബയോളജി എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് എവല്യൂഷൻ. നിങ്ങൾക്കറിയാം പാലിയൻറ്റോളജി, ഫോസിലുകളെ കുറിച്ചുള്ള പഠനം. എവല്യൂഷൻ, ദ സ്റ്റഡി ഓഫ് ഒറിജിൻ ഓഫ് ഓർഗാനിസം ഇൻ ദ എർത്ത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രസകരവും വിജ്ഞാനപ്രദവുമായിട്ടുള്ള വ്യത്യസ്ത ബ്രാഞ്ചുകളിലൂടെയാണ് നമ്മുടെ 2 വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സിൽ കടന്നു പോവുക. ഇതിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചാണോ കൂടുതൽ താല്പര്യം അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് ചൂസ് ചെയ്യാവുന്നതാണ്. വളരെ രസകരമായിട്ട് സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാവുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ബയോളജി. നമ്മുടെ ശരീരത്തെക്കുറിച്ചും ശരീരത്തിൻ്റെ ഘടനയെയും കുറിച്ചുമൊക്കെ പഠിക്കുക എന്നുള്ളത് രസകരമായ ഒരു അനുഭവമായിരിക്കും എന്നത് സംശയമില്ലാത്തൊരു കാര്യമാണ്. പ്ലസ് 1-ൽ നമ്മൾ ആദ്യം പഠിക്കുന്ന പാഠഭാഗം ടാക്സോണമി വിഭാഗത്തിൽപ്പെട്ടതാണ്. മൊത്തം 4 ചാപ്റ്ററാണ് ടാക്സോണമി വിഭാഗത്തിൽ പഠിക്കാനുള്ളത്. 2 ബോട്ടണിയിലും 2 സുവോളജിയിലും. നമുക്ക് ആദ്യം പരിചയപ്പെടാനുള്ളത് എന്താണ് ടാക്സോണമി. മലയാളത്തിൽ വർഗീകരണ ശാസ്ത്രം എന്നാണ് പറയുന്നത്. 8ാം ക്ലാസ്സിലൊക്കെ മലയാളം മീഡിയം പഠിച്ച കുട്ടികൾ കേട്ട വാക്കായിരിക്കും വർഗീകരണ ശാസ്ത്രം, ടാക്സോണമി. വാട്ട് ഈസ് ടാക്സോണമി? നമ്മളൊരു പുതിയൊരു ജീവിയെ കണ്ടു കഴിഞ്ഞാൽ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും പുതിയൊരു ജീവിയെ കണ്ടെത്തി എന്നൊക്കെ. അപ്പോൾ ഇതൊരു പുതിയൊരു ജീവിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കുക? എവിടെയൊന്ന് റെഫർ ചെയ്യണ്ടേ? അത് ഇതിനു മുമ്പ് ആരെയും കണ്ടെത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയണം അല്ലേ?
അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ ടാക്സോണമിയിലൂടെ രീതിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ജീവി പുതിയതാണോ അല്ലയോ എന്നൊക്കെ തരംതിരിക്കും. ഇങ്ങനെ ജീവികളെ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി ടാക്സോണമി എന്ന് പറയുന്നത്. ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ഐഡൻറ്റിഫൈ ദ ഓർഗാനിസ്. നമ്മളൊരു ജീവിയെ കണ്ടാൽ ആ ജീവിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. രണ്ടാമത് ക്ലാസിഫൈ ദം ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. മറ്റു ജീവികളുടെ സാമ്യവും വ്യത്യാസവും അനുസരിച്ച് നമ്മൾ ഈ ജീവിയെ തരംതിരിക്കും. ജന്തുക്കളുമായിട്ട് സാമ്യമാണെങ്കിൽ ആനിമൽസ് വിഭാഗത്തിലും, പ്ലാന്റുമായിട്ടാണ് സാമ്യമെങ്കിൽ അതിനെ പ്ലാന്റേ വിഭാഗത്തിലുമാണ് ഉൾപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെ ജീവികളെ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റി അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നതും ടാക്സോണമിയിൽ പെട്ടതാണ്. മൂന്നാമതായിട്ട് അതിനൊരു നെയിം ദം സയൻറ്റിഫിക്കലി, ശാസ്ത്രീയമായിട്ട് പേര് കൊടുക്കുക. അപ്പോൾ ജീവികളെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക, അതിന് സയൻറ്റിഫിക് നെയിമിംഗ് കൊടുക്കുക. ഇതിനെക്കുറിച്ചൊക്കെ ഉൾക്കൊള്ളുന്ന ബ്രാഞ്ച് ഓഫ് ബയോളജിയാണ് ടാക്സോണമി. അപ്പോൾ ടാക്സോണമി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി which deals with identify the organism, classifying them based on similarities and dissimilarities and name them scientifically. ശാസ്ത്രീയമായിട്ട് പേര് നൽകുകയും ചെയ്യും. Carl Linnaeus is considered as father of modern taxonomy. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് കാൾ ലിനേയസ്. നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും ഇദ്ദേഹത്തെക്കുറിച്ച്. ലിനേയസ് വർഗീകരണ ശാസ്ത്രത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു സയൻറ്റിസ്റ്റാണ്. ഹി സജസ്റ്റഡ് ടാക്സോണമിക് ഹൈറാർക്കി, വർഗീകരണ തലങ്ങൾ ആവിഷ്കരിച്ച സയൻറ്റിസ്റ്റാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 7 ക്ലാസിഫിക്കേഷൻ ലെവലുകളാണ് ലിനേയസ് മുന്നോട്ട് വെച്ചത്. ഏതൊക്കെയാണ്? കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറയാം. ഇത് ആവിഷ്കരിച്ചത് ലിനേയസാണ്. രണ്ടാമതായിട്ട് ലിനേയസ് ചെയ്തൊരു കാര്യം, ജീവികളെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 2 കിങ്ഡങ്ങളാക്കി വർഗീകരിച്ചു. ജന്തുക്കളെ കിങ്ഡം അനിമേലിയ എന്നും സസ്യങ്ങളെ കിങ്ഡം പ്ലാന്റ് എന്നുള്ള വിഭാഗത്തിലും ഇദ്ദേഹം ഉൾപ്പെടുത്തി. മൂന്നാമതായിട്ട് ഇദ്ദേഹം ചെയ്ത കാര്യം, ജീവികൾക്ക് ശാസ്ത്രീയമായി പേര് നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബൈനോമിയൽ നോമൻക്ലേച്ചർ സജസ്റ്റഡ് ബൈ കാൾ ലിനേയസ്. ജീനസ് നെയിമും സ്പീഷീസ് നെയിമും ചേർത്ത് ജീവികൾക്ക് പേര് നൽകുന്നതിനെയാണ് നമ്മൾ ദ്വിനാമ പദ്ധതി എന്ന് പറയുക. ഫസ്റ്റ് പാർട്ട് ജീനസ് ആയിരിക്കും, രണ്ടാമത്തെ ഭാഗം സ്പീഷീസാണ്. ഫോർ എക്സാമ്പിൾ മാഞ്ചിഫറ ഇൻഡിക്ക. ഇതിൽ മാഞ്ചിഫറ എന്നുള്ളത് ജീനസും ഇൻഡിക്ക എന്നുള്ളത് ആ ഒരു ജീവിയുടെ സ്പീഷീസിനുമാണ്. ഇങ്ങനെ പേര് നൽകുന്ന രീതിക്കാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇതും ആവിഷ്കരിച്ചത് ലിനേയസാണ്. അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് വെച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ മോഡേൺ ടാക്സോണമിയുടെ പിതാവ് എന്ന് പറയാൻ കാരണം. പക്ഷേ ജീവികളെ ആദ്യമായിട്ട് തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഈസ് ഫാദർ ഓഫ് ബയോളജി. ഈ ക്ലാസിഫൈഡ് ഓർഗാനിസം വിത്ത് റെഡ് ബ്ലഡ് സെൽ ആൻഡ് ദോസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽ, ചുവന്ന രക്തമുള്ളവ, ചുവന്ന രക്തമില്ലാത്തവ എന്നിങ്ങനെ ജീവികൾ തരംതിരിച്ച ആളാണ് അരിസ്റ്റോട്ടിൽ. മറ്റൊരു സയൻറ്റിസ്റ്റാണ് തിയോഫ്രാസ്റ്റസ്. കേട്ടിട്ടുണ്ടായിരിക്കും തിയോഫ്രാസ്റ്റസ്. ഈസ് ദ ഫാദർ ഓഫ് ബോട്ടണി. ബോട്ടണിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് തിയോഫ്രാസ്റ്റസ്. ഹി ക്ലാസിഫൈഡ് ദ പ്ലാന്റ്സ് ടു ആനുവൽസ്, ബയാനുവൽസ് ആൻഡ് പെരിനിയൽസ്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ 3 തരംതിരിച്ച ആളാണ് തിയോഫ്രാസ്റ്റസ്. ഇവർ രണ്ടുപേരും BC നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ്, അരിസ്റ്റോട്ടിലും തിയോഫ്രാസ്റ്റസ്. ടാക്സോണമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വ്യക്തിയാണ് ജോൺ ഡ്രേ. സ്പീഷീസ് എന്നുള്ള ടേം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തിയാണ് ജോൺ ഡ്രേ. യൂസ്ഡ് ദ ടേം സ്പീഷീസ് ഫോർ ഫസ്റ്റ് ടൈം. ഇദ്ദേഹം എഴുതിയ വളരെ പ്രശസ്തമായ പുസ്തകമുണ്ട്, അതിൻ്റെ പേരാണ് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്നുള്ള പുസ്തകം രചിച്ചത് ജോൺ ഡ്രേ ആണ്. ടാക്സോണമി പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വ്യക്തിത്വമാണ് റോബർട്ട് എച്ച് വിറ്റാഗർ. RH വിറ്റാഗർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആവിഷ്കരിക്കുന്നത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ലിനേയസിൻ്റെ 2 കിങ്ഡത്തിൽ നിന്ന് നേരിട്ട് 5 കിങ്ഡത്തിലേക്ക് മാറുകയല്ല ചെയ്തത്. 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്, 4 കിങ്ഡം വന്നിട്ടുണ്ട്,
പിന്നീടാണ് 5 കിങ്ഡം വരുന്നത്. പക്ഷെ കൂടുതൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളതാണ് 5 കിങ്ഡം. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് 5 കിങ്ഡത്തെ കുറിച്ചാണ്. അദ്ദേഹം 5 കിങ്ഡങ്ങളാണ് തരംതിരിച്ചത്. എന്തൊക്കെയായിരുന്നു 5 കിങ്ഡങ്ങൾ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ കിങ്ഡമാണ് കിങ്ഡം മൊനീറ. മൊനീറ ഇൻക്ലൂഡ് ബാക്ടീരിയ. യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രോകാരിയോട്ടുകൾ, വ്യക്തമായ ന്യൂക്ലിയസുകൾ ഇല്ലാത്ത ബാക്ടീരിയകളുടെ കിങ്ഡമാണ് കിങ്ഡം മൊനീറ. രണ്ടാമത്താണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റയുടെ പ്രത്യേകത എന്താ? യൂണിസെല്ലുലാർ ആയിട്ടുള്ള എന്നാൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള ജീവികളെയാണ് പ്രൊട്ടിസ്റ്റയിൽ ഉൾപ്പെടുത്തുക. അമീബ പോലെയുള്ള ജീവികളാണ് പ്രൊട്ടിസ്റ്റയിൽ ഉണ്ടായിരുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് ന്യൂക്ലിയസ്. മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ ഇത്തരം വാക്കുകൾ ശ്രദ്ധിക്കുക. യൂണിസെല്ലുലാർ, ഏകകോശ ജീവികൾ. മൂന്നാമത്തെ കിങ്ഡമാണ് കിങ്ഡം ഫഞ്ചൈ. ഫംഗസുകളെയാണ് ഇദ്ദേഹം ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത്. നോൺ മോട്ടൈൽ ആയിട്ടുള്ള, ചലനശേഷിയില്ലാത്ത, ഹെട്രോട്രോഫിക് ആയിട്ടുള്ള, സ്വന്തം ആഹാരം നിർമ്മിക്കാൻ കഴിവില്ലാത്ത, ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ പരപോഷികൾ എന്നാണ് യഥാർത്ഥ മലയാള വാക്ക്. മലയാളം മീഡിയം കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. പരപോഷികൾ, ഹെട്രോട്രോഫിക്. അതിൻ്റെ ഓപ്പോസിറ്റ് ഓട്ടോട്രോപ്പിക് എന്നാണ് പറയുന്നത്. അപ്പോൾ നോൺ മോട്ടൈലായ ഹെട്രോട്രോപ്പിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഉൾക്കൊള്ളുന്ന വിഭാഗമാണ് കിങ്ഡം ഫഞ്ചൈ. ഫംഗസുകളാണ്, മഷ്റൂംസ് പോലുള്ള മഷ്റൂം, കൂണുകളൊക്കെ ഈ വിഭാഗത്തിലാണ് പെടുന്നത്. നാലാമത്തെ വിഭാഗമാണ് കിങ്ഡം പ്ലാന്റ്. സസ്യങ്ങൾ ഉൾക്കൊള്ളിച്ച കിങ്ഡമാണ് കിങ്ഡം പ്ലാന്റ്. ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള നോൺ മോട്ടൈൽ ഓർഗാനിസംസിനെയാണ് പ്ലാന്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത്. അഞ്ചാമത്തെ കിങ്ഡമാണ് കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയയിൽ ഇദ്ദേഹം ഉൾപ്പെടുത്തിയത് എല്ലാ ജന്തുക്കളെയുമാണ്. അപ്പോൾ 5 കിങ്ഡം വർഗീകരണം അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് എച്ച് വിറ്റാഗറാണ് മുന്നോട്ട് വെച്ചത്. ഈ 5 കിങ്ഡങ്ങളെയും നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ +1 ബോട്ടണിയിൽ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നീട് മുന്നോട്ട് പോയപ്പോൾ വന്ന മറ്റൊരു കിങ്ഡമാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇതും നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കാൾ വൗസ് എന്ന് പറയുന്ന അമേരിക്കൻ സയൻറ്റിസ്റ്റാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മുന്നോട്ട് വെച്ചത്. നമുക്കറിയാം, റോബർട്ട് എച്ച് വിറ്റാഗർ ബാക്ടീരിയകളെ പിടിച്ച് ഉൾപ്പെടുത്തിയ കിങ്ഡമായിരുന്നു കിങ്ഡം മൊനീറ. അതിനകത്ത് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നൊരു വിഭാഗമാണ്. അപ്പോൾ ആർക്കി ബാക്ടീരിയ സാധാ ബാക്ടീരിയയിലും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കിങ്ഡം മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തെ വീണ്ടും 2ആക്കി തരംതിരിക്കാൻ ചെയ്തു. കിങ്ഡം ആർക്കിയ, കിങ്ഡം ബാക്ടീരിയ. മൊനീറ എന്നുള്ള പദം ഉപയോഗിക്കാതെ ആർക്കിയ എന്ന് പറയുന്നൊരു കിങ്ഡമായിട്ടും അതുപോലെ ബാക്ടീരിയ എന്ന് പറയുന്നൊരു കിങ്ഡമായിട്ടും തരംതിരിച്ചു കാൾ വൗസ്. ബാക്കിയുള്ള പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, അനിമേലിയ ഈ വാക്ക് അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇനിയും പറയാം, ഈ വർഗീകരണങ്ങളൊന്നും പൂർണ്ണമല്ല. ഇപ്പോൾ ലോകത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന വൈറസ്, കൊറോണ വൈറസ് അടക്കം നമുക്കറിയാം ഒരു വിഭാഗത്തിലും ഉൾപ്പെടുത്താൻ ഇന്നേ വരെ ഒരു ക്ലാസിഫിക്കേഷനും സാധിച്ചിട്ടില്ല. വൈറസിനെ ഈ ഒരു കിങ്ഡത്തിലും ഉൾപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇനിയും ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ വൈറസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയും ടാക്സോണമി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ടാക്സോണമിയുള്ള അവസരം. ഇത്തരം കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യുകയും പുതിയ തലങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടാക്സോണമി വിഭാഗത്തിൻ്റെ ഒരു ബ്രിഡ്ജ് കോഴ്സായിട്ട്, അല്ലെങ്കിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് +1 നമ്മൾ കടക്കുമ്പോൾ ആദ്യത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾ പഠിച്ച +1 നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആദ്യ 2 പാഠഭാഗത്തുമായി ബന്ധപ്പെട്ട കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കി വിഷയങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.